എന്റെ പാസ്പോർട്ടാണ് മേഡം. എന്തിനാ പാസ്പോർട്ട്? അത് ഇനി വീട് കിടക്കട്ടെ. ഇവിടെ എന്തിനാ പാസ്പോർട്ട്? അറ്റസ്റ്റ് ചെയ്യാനായിരിക്കുള്ളൂ. കോപ്പി ഉണ്ടോ? അല്ല, അതായത് വീടിന്ന് പുറത്തേക്ക് ആൾക്കാരെ കൊണ്ടുപോകുന്നില്ല കാര്യം ഞാൻ ഇത് ട്രാവൽ ഏജൻസി അല്ല കേട്ടോ, അത് കൃഷി ഓഫീസാണ്. ചെല്ലും. ഞാൻ ഫാർമറാണ് മേഡം. എന്ത് ഫാർമർ? കൃഷിക്കാർ. അതായത് കൃഷിനെ കൂടുതൽ പഠിച്ചിട്ട് എനിക്ക് വിദേശത്ത് പോയിട്ട് അതിനാ എങ്ങനെയാണ് അത് ഇവിടെ നടപ്പിലാക്കേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതെന്നെ വിദേശത്തെ കൊണ്ടുപോകണം. അപ്പൊ പഠിച്ചിട്ട് ഞാൻ വരും. ഇവിടെ ഞാൻ നാട് മൊത്തം കൃഷിയാക്കും. ഇങ്ങോട്ട് വന്നേ. സത്യം. ഇങ്ങോട്ട് വന്ന് ചോദിക്കട്ടെ. ഇതേതോ വള്ളി പൊട്ടിയ കേസാണ്, ഞാൻ ഡീൽ ചെയ്തോളാം. എന്താ പേര്? എൻ്റെ ഒരു ഉണ്ണി. അപ്പൊ കൃഷിക്കാരനാണ്? കൃഷിക്കാരനാണ്. എന്താ കൃഷി ചെയ്യുന്നത്? ഞാനിപ്പം ഇന്നലെ മുതൽ തുടങ്ങി. എന്റെ ഇന്നലെ മുതൽ കൃഷിക്കാരനാണ്. നട്ടിട്ടുണ്ട്. അത് പോകാൻ യോഗ്യതയുണ്ട്. ഉണ്ട്. നരമ്പ മൈനിങ് ബണ്ടക്കെല്ലാം നട്ട് കുറച്ചിട്ടപ്പോൾ ആയിട്ടുണ്ട്. ഞാനത് കൂടുതൽ വികസിപ്പിക്കും. പുറത്ത് പോയിട്ട് അർഹനാണ്. ഇപ്പേ നമ്മൾ ഇത്തവണ കൊണ്ടുപോകുന്നവരുടെ ലിസ്റ്റ് കംപ്ലീറ്റ് ആയി. അതിലൊന്ന് ചേർത്തോ? പറ്റൂല, അത് നേരത്തെ പാസ്പോർട്ട് എന്ന് അവരോട് അപ്രൂവൽ കൊടുത്തിട്ടുള്ളതാണ് നമ്മള്. അതൊന്ന് മാറ്റി. ഇല്ല, അടുത്ത തവണ ചേട്ടനെ ആദ്യം വിടാം. ഉറപ്പായിട്ടും പോകാം, കുഴപ്പമൊന്നുമില്ല കേട്ടാ. പാസ്പോർട്ടായിട്ട് പോയിക്കോ. പാസ്പോർട്ട് എങ്ങനെങ്കിലും ഇത്തവണ പറ്റൂല. അല്ലേ വിടൂലേ? നിങ്ങളെ പോലെയുള്ളവരല്ലേ പോയി പഠിക്കേണ്ടത്. നല്ല ലുക്കില്ലേ? ജയ് ജവാൻ ജയ് കിസാൻ, അത് വാങ്ങിക്കോ. കൃഷിഭവന്റെ ഇവിടെ നിൽക്കുന്നു. ഒരു ഉപകാരമാണ് മനുഷ്യന്മാർക്ക്. ഒന്നുമില്ല, പറയാനൊന്നുമില്ല. ഒരു ഉപകാരം ചെയ്തു കൃഷിക്കാർ പറഞ്ഞാൽ. കൃഷിക്കാരനാണ്. ഒരാൾക്ക് ആഗ്രഹം ഉണ്ടാവും പോകണമെന്ന് വിദേശത്തേക്കല്ല. മാഡത്തിനെ വെറുപ്പിച്ച് അടുത്ത ലിസ്റ്റിൽ പെടൂല. അല്ലാതെന്താ എന്നോട് വന്ന് പറയണത്? അയാൾക്ക് വിദേശത്ത് പോകാൻ ആഗ്രഹം ഉണ്ടെന്ന്. ഞാൻ എന്ത് ചെയ്യാനാ? ഞാനല്ലേ പറഞ്ഞു ഇത്തവണത്തെ ലിസ്റ്റ് കംപ്ലീറ്റ് ആയി, അടുത്തതിൽ പെടുന്ന അല്ലെ പോകൂല ഇവിടുന്നേ. അയാൾ അതും വിശ്വസിച്ച് ഇടക്കിടക്ക് വരും. അപ്പോഴേക്കും നമ്മ ഇവിടെ നിന്ന് മാറുമല്ല, വന്നാള് കൈകാര്യം ചെയ്തോളൂ. ഇനിയിപ്പോ സമയം കളയണ്ട, ഫാം പ്ലാന്റെ കാര്യം നോക്ക്. മാഡം, കൊറേ ഏലത്തിന്റെ വിത്ത് ബാക്കി കിടപ്പുണ്ടല്ലോ, ആരും കൊണ്ടുപോകാതെ. ആരെങ്കിലും തലയിൽ വെക്കണ്ടേ? വരുമ്പോ കൊടുത്തുവിടാ. അല്ല, നമ്മ സമാനം പറയേണ്ടി വരും അത്. നമസ്കാരം മേഡം. ബാബാ ഇരിക്കേ. ഇരിക്കണില്ല, ഇരുത്തം കിട്ടൂല. മാണ്ട, നമ്മള് വന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് പോവാ. എന്താ നമ്മളെ മഞ്ഞളുടെ കാര്യം? മഞ്ഞളുടെ കാര്യം ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കാണ്. വാ പറയാ, ഇരിക്കേ. നിങ്ങൾ ഈ സംസാരിച്ചോണ്ടിരിക്കാന്ന് പറഞ്ഞിട്ട് സംസാരിച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. കാര്യം നിങ്ങൾ പറഞ്ഞിട്ടാണ് സുഗന്ധവ്യഞ്ജന കൃഷി നമ്മൾ ചെയ്ത് ലാഭം കൊയ്യാന്ന് പറഞ്ഞിട്ട്. ആകെയുള്ള 43 സെന്റിൽ ഞാൻ മഞ്ഞൾ കൃഷി ചെയ്ത് ഇപ്പൊ മഞ്ഞൾ നന്നായിട്ട് വളഞ്ഞ് ഒരു മനുഷ്യന് വേണ്ട. എന്നിട്ടിപ്പം നമ്മളത് പൊടിച്ച് എന്നാലെങ്കിലും ആരെങ്കിലും കൊണ്ടുപോലും വെച്ചിട്ട് ഒരാളും കൊണ്ടുപോയില്ല. മഞ്ഞൾ മുഴുവൻ പരിയിലിരിക്കുക. എന്താ നമ്മൾ വേണ്ടി? ഒരു കർഷകന്റെ ബസമാണ്. നിങ്ങളൊന്ന് കേക്ക്. അതിന് ടെൻഷൻ അടിക്കേണ്ട മൊയ്തൂക്ക. മഞ്ഞപ്പൊടിയല്ല, ചീത്തായൊന്നും പോകില്ലല്ലോ. എന്നിട്ട് അതവിടെ ഇരിക്കട്ടെ, നമുക്ക് മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കാം. അതിന്റെ മൂല്യം അങ്ങോട്ട് വർദ്ധിക്കട്ടെ. ഒരു പണി ചെയ്യാം. എനിക്ക് പകുതി വിലക്കാണ് തിരക്കാണ്ട് കൊണ്ടുപോയിക്കോ. എനിക്കെന്തിനു ഇതിന് മാത്രം മഞ്ഞപ്പൊടി? ആ കൊണ്ടുപോയിട്ട് പുട്ടോ ദോശ എന്തെങ്കിലും ഉണ്ടാക്കി തന്നോ. എന്റെ മൂല്യമായിട്ട് വർദ്ധിക്കട്ടെ. എന്നാല് ഒരുമാതിരി മറ്റേ വർത്താനം. അതായത് നിങ്ങൾക്ക് കൃഷി ചെയ്യാനുള്ള സഹായം ചെയ്യലാണ് ഞങ്ങളുടെ ജോലി. അല്ലാതെ നിങ്ങൾ വിളവെടുത്ത് കഴിയുമ്പോ അതുകൊണ്ട് വിറ്റ് തരാനൊന്നും ഞങ്ങൾക്ക് പറ്റില്ല. നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതി, നമ്മളിത് അനുസരിക്കാൻ നമ്മൾ കുറെ പാവങ്ങൾ. ഇവർക്ക് ബുദ്ധിമുട്ടാൻ പറ്റൂല. പറമ്പിലിട്ട് കിളക്ക വളർന്നു എന്നത് പറിച്ചെടുക്കുക. അത് പൈസ ആക്കണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് അതിന്റെ പുറകില്. കൃഷി ഓഫീസർക്ക് വന്ന് നിങ്ങൾ സാധനം വിറ്റ് തരാൻ പറ്റുമോ? ഇതിപ്പോ എന്താ അറിയോ, നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ ഇപ്പൊ മഞ്ഞളുടെ കൃഷി ചെയ്ത്. ഇനിയിപ്പോ നിങ്ങൾ പറയും ഇഞ്ചി കൃഷി ചെയ്തോളി തറി. അടുത്ത വർഷം ആകുമ്പോ ഇഞ്ചി ആർക്കും വേണ്ടി വരില്ല. പിന്നെ ഏലം ചെയ്തോളിന്ന് അറിയും. ഏലം ആർക്കും വേണ്ടി. ഏലത്തിന്റെ ഏലം കൊണ്ട് പുഴുങ്ങി തിന്നോളി. ഏലത്തിന് കൃഷി ചെയ്യാൻ പോണേ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഇവിടെ ഒന്നും പറഞ്ഞൊരു കാര്യമില്ല. ഞാൻ അത് പറയേണ്ടടുത്ത് പറഞ്ഞോളാം. ഞാൻ പഞ്ചായത്ത് പോയിട്ട് പറഞ്ഞോളാം. ഓർക്കെങ്കിലും നമ്മളെ കാര്യം മനസ്സിലാവേക്കും. നമ്മളെ ദണ്ണം മനസ്സിലാക്കണം സാറേ കേട്ടോ, രണ്ടാളും. അല്ല മാഡം, ഇത് പറഞ്ഞാലും കാര്യമുണ്ട്. അവർക്ക് നമ്മൾ ഈ വിത്തൊക്കെ കൊടുത്ത് ഇത് ഉൽപ്പാദിപ്പിച്ചിട്ട് ഇത് വിൽക്കാനുള്ളൊരു സംവിധാനം നമ്മൾ ചെയ്തു കൊടുക്കണ്ടേ? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുള്ളി പഞ്ചായത്തിൽ പറയട്ടെ. കഴിഞ്ഞ തവണത്തെ കർഷകശ്രീയാണ് നമ്മുടെ.